നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷെക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. സംസ്ഥാന തദ്ദേശ ദിനാഘോഷം ഫെബ്രുവരി 18-നും 19-നും ആന്തൂരിൽ. SIR-ലെ ദുരൂഹത പരിഹരിക്കുക. ഫെബ്രുവരി 2-ന് LDF-ന്റെ ജില്ലാ ഇലക്ഷൻ ഓഫീസ് മാർച്ച്. ഇതോ ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞതാണ്. കോടതിയെ അധിക്ഷേപിച്ച് VD സതീശൻ. IFFK റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘാടക സമിതിയായി. ദേശീയപാത നിർമ്മാണത്തിലെ അപകട സാധ്യത ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന ദേശീയപാത അതോറിറ്റി. കിംസ് ശ്രീചാന്ദിൽ സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക് ഞായറാഴ്ച കായിക മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. IFFK റീജിയണൽ ഫിലിം ഫെസ്റ്റ് തളിപ്പറമ്പിൽ സംഘാടക സമിതിയായി. തളിപ്പറമ്പിൽ നടക്കുന്ന ഹാപ്പൻസ് ഫെസ്റ്റിവലിൻ്റെയും IFFK റീജിയണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെയും സംഘാടക സമിതി യോഗം MV ഗോവിന്ദൻ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ഒന്നാകെ ആകർഷിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക മുന്നേറ്റമാണ് തളിപ്പറമ്പിലുണ്ടാകുന്നതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിനോദ സഞ്ചാര മേഖലയിലും സാംസ്കാരിക രംഗത്തും നിരവധി മുന്നേറ്റങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. 3-ാം വർഷവും ചലച്ചിത്രമേള സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. നടൻ സന്തോഷ് കീഴാറ്റൂർ അധ്യക്ഷനായി. ധർമ്മശാല എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്തും ആന്തൂർ നഗരസഭ സ്റ്റേഡിയത്തിലുമായി ഫെബ്രുവരി 13 മുതൽ 19 വരെയാണ് സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷവും ഹാപ്പനസ് ഫെസ്റ്റിവലും അരങ്ങേറുന്നത്. 21, 22, 23 തീയതികളാണ് IFFK റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ. തിരുവനന്തപുരത്ത് നടന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച മികച്ച സിനിമകളുടെ പ്രദർശനമാണ് റീജിയണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഉണ്ടാകുക. തളിപ്പറമ്പിലെ ക്ലാസിക്, ക്രൗൺ, ആലിങ്കിൽ, പാരഡൈസ് എന്നിവിടങ്ങളിലാണ് സിനിമകളുടെ പ്രദർശനങ്ങൾ ഉണ്ടാകുക. ധർമ്മശാല എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്തും ആന്തൂർ നഗരസഭ സ്റ്റേഡിയത്തിലുമായി 13 മുതൽ 19 വരെ കലാപരിപാടികൾ, അമ്യൂസ്മെൻറ്റ് മെഗാ ഷോകൾ, വികസന എക്സിബിഷൻ, വിപണന സ്റ്റാളുകൾ, സെമിനാറുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചതാണ് ഹാപ്പനസ് ഫെസ്റ്റിവൽ. തളിപ്പറമ്പ് നഗരസഭ ചെയർമാൻ PK സുബൈർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CC വിനോദ് കുമാർ, SP രമേശൻ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ്, സംവിധായകരായ പ്രദീപ് ചൊക്ലി, ജിത്തു കൊളയാട്, സംവിധായകൻ ഷെറി ഗോവിന്ദ്, വിസ്മയ പാർക്ക് വൈസ് ചെയർമാൻ കെ സന്തോഷ്, മുല്ലക്കൊടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KC ഹരികൃഷ്ണൻ, തളിപ്പറമ്പ് സഹകരണ ആശുപത്രി പ്രസിഡന്റ് T ബാലകൃഷ്ണൻ, പ്രൊഫസർ E കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികൾ ചെയർമാൻ MV ഗോവിന്ദൻ മാസ്റ്റർ MLA, ജനറൽ കൺവീനർ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ, കൺവീനർ ഷെറി ഗോവിന്ദ്, ജോയിൻറ്റ് കൺവീനർ SP രമേശൻ, പ്രചരണം, താമസം, ഗതാഗതം, അനുബന്ധ പരിപാടികൾ, വളണ്ടിയർ, മീഡിയ, സോഷ്യൽ മീഡിയ രജിസ്ട്രേഷൻ തുടങ്ങിയ സബ് കമ്മിറ്റികൾ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. SIR-ലെ ദുരൂഹത പരിഹരിക്കുക. ഫെബ്രുവരി 2-ന് LDF നേതൃത്വത്തിൽ ജില്ലാ ഇലക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടക്കും. അടിമുടി ദുരൂഹത നിറഞ്ഞ SIR നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഫെബ്രുവരി 2-ന് LDF-ൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇലക്ഷൻ ഓഫീസിലേക്കും തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കും ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നത്. കണ്ണൂരിൽ രാവിലെ 10 മണിക്ക് സ്റ്റേഡിയം കോർണറിൽ കേന്ദ്രീകരിച്ച് മാർച്ച് ആരംഭിക്കും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ആശങ്കകൾ ഉയർത്തിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന വാർത്തകളാണ് വരുന്നത്. പുതുതായി പേരുകൾ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് വ്യാപക പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിലെ ആളുകളടക്കം പട്ടികയിൽ കടന്നു വരുന്ന സ്ഥിതിയുണ്ട്. ഫെബ്രുവരി 21-ന് പട്ടിക പ്രസിദ്ധീകരിച്ച് ഒട്ടേറെ അപാധകൾ ഉണ്ടാകാനാണ് സാധ്യത. അതിനാൽ ഫെബ്രുവരി 21-ന് ശേഷം 2 ആഴ്ചയെങ്കിലും അപാധകൾ പരിഹരിക്കുന്നതിന് സമയം അനുവദിക്കണം. BLO അറിയാതെ തന്നെ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് LDF സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബഹുജന മാർച്ചിൽ അണിചേരണം, വിജയിപ്പിക്കാനും LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ മുഴുവൻ ബഹുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. സംസ്ഥാന തദ്ദേശ ദിനാഘോഷം ഫെബ്രുവരി 18-ന് ആന്തൂരിൽ രാവിലെ 9 മണിക്ക് KP ഗ്രൗണ്ടിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാപന സമ്മേളനം ഫെബ്രുവരി 19-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ KP ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്യും. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി 13 മുതൽ 19 വരെ കൾച്ചറൽ ഫെസ്റ്റിവൽ, 21 മുതൽ 23 വരെ IFFK റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നിവ നടക്കുമെന്ന് MLA പറഞ്ഞു.
അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ സ്മാർട്ട് ഡിജിറ്റൽ സാക്ഷരത വരെയുള്ള വിവിധ പദ്ധതികളുടെ വിലയിരുത്തലും ഭാവി പ്രവർത്തനങ്ങളും ആസൂത്രണവും പ്രതിനിധി സമ്മേളനത്തിൽ നടക്കും. ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി വിവിധ അക്കാദമിക് സെഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും 2 ദിവസങ്ങളിലായി നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിൽ പങ്കാളികളാകും. ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഫെബ്രുവരി 13 മുതൽ 19 വരെ വികസന എക്സിബിഷൻ, കുടുംബശ്രീ ഇന്ത്യ ഫുഡ് കോർട്ട്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിപണന സ്റ്റാളുകൾ എന്നിവ ഒരുക്കും. ഫെബ്രുവരി 14 മുതൽ 19 വരെ ഉച്ചകഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെയും പ്രതിനിധികളുടെയും മത്സരങ്ങൾ നടക്കും. ഒപ്പന, തിരുവാതിര, ഗ്രൂപ്പ് നാടോടി നൃത്തം തുടങ്ങിയ ഇനങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ കേരളോത്സവത്തിൽ ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ 1ാം സ്ഥാനം നേടിയ ടീമുകൾക്കായുള്ള മത്സരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിഭാഗത്തിൽ ജില്ലാ കൈകൊട്ടിക്കളി മത്സരം, മെഹന്തി ഫെസ്റ്റ്, വിവിധ രചനാ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. ഫെബ്രുവരി 13 മുതൽ 19 വരെ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ആന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ പ്രമുഖ കലാകാരന്മാരെ അണിനിരത്തി മെഗാ ഷോകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. 13 രാത്രി 8 മണിക്ക് വിധു പ്രതാപ് ബാൻഡ്, 14 ശ്രീരാഗ് ഭരതൻ അനുശ്രീ ഗാനമേള, മഹാലക്ഷ്മിയും സംഘവും അവതരിപ്പിക്കുന്ന ദ റിഫ്ലക്ഷൻ നൃത്തവിഷ്കാരം എന്നിവ അരങ്ങേറും. 15 രമ്യ നമ്പീശന്റെ നൃത്ത പരിപാടിയും മാംഗോസ്റ്റിൻ ക്ലബ് ബാൻഡ് പെർഫോമൻസും നടക്കും. 16 മെഹർഫിൽ ഈ സമ സൂഫി ബാൻഡ്, 17 റിമി ടോമിയുടെ ഗാനമേള, 18 ജോബ് കുര്യന്റെ ഗാനമേള, റിമ കല്ലിങ്കൽ അവതരിപ്പിക്കുന്ന മാമാങ്കം നൃത്ത പരിപാടി എന്നിവ നടക്കും. 19 വേടന്റെ റാപ്പ് പെർഫോമൻസോടെ മെഗാ ഷോകൾക്ക് സമാപനമാകും. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഫെബ്രുവരി 13 മുതൽ 17 വരെ എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ 1 മണി വരെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സെമിനാറുകൾ നടക്കും. 14 പ്രാദേശിക സർക്കാരുകളുടെ വിജ്ഞാന സാംസ്കാരിക നയപരിപാടികളും ലൈബ്രറികളും, 15 ഉത്തരവാദിത്ത ടൂറിസവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, 16 ദുരന്ത നിവാരണവും പ്രാദേശിക ഭരണകൂടങ്ങളും, 17 സംരംഭകത്വം, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് സെമിനാറുകൾ നടക്കുക. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, വി ശിവൻകുട്ടി, അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ ആഘോഷ പരിപാടികൾ സംബന്ധിക്കാനെത്തുമെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ MLA പറഞ്ഞു. മാങ്ങാട്ടുപറമ്പ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലും ആന്തൂർ നഗരസഭാ ഗ്രൗണ്ടിലുമായി നടക്കുന്ന എല്ലാ പരിപാടികൾക്കും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രവേശനം സൗജന്യമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ സതി ദേവി, LHD ജോയിന്റ് ഡയറക്ടർ TJ അരുൺ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കും. ദേശീയപാത 66ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ കോട്ടക്കുന്ന് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അപകട സാധ്യത ഒഴിവാക്കൽ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴീക്കോട് മണ്ഡലത്തിലെ വിവിധ പ്രശ്നങ്ങൾ KV സുമേഷ് MLA ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. കോട്ടക്കുന്ന് ഭാഗത്തെ അപകട സാധ്യത ഒഴിവാക്കാൻ വയഡക്ട് സ്പാനുകൾ നിർമ്മിക്കപ്പെടുമെന്നും നിർദ്ദേശത്തിന്മേൽ മണ്ണ് പരിശോധനയും പഠനവും നടത്തി ശാശ്വത പരിഹാരം കാണുമെന്ന് NHA ഉറപ്പു നൽകി. കൂടാതെ പുതിയ തെരു മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ കാട്ടാമ്പള്ളി മയ്യിൽ റോഡിൽ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ അനുവദിക്കണമെന്ന ആവശ്യപ്രകാരം അധികമായി സർവീസ് റോഡ് നിർമ്മിക്കാൻ അംഗീകാരം നൽകിയതായും പ്രവേശന സൗകര്യം സാങ്കേതികമായി പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. തലശ്ശേരി മാഹി ബൈപ്പാസിലെ കൊളശ്ശേരി ടോൾ ബൂത്ത് അടിയന്തരമായി മാറ്റണമെന്ന ഷാഫി പറമ്പിൽ MLAയുടെ നിർദ്ദേശത്തിന് മറുപടിയായി റോഡ് പണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. അഴിയൂർ ബീച്ചിലെ പ്രവൃത്തികൾ നിലവിൽ പുരോഗമിക്കുകയാണെന്നും അവിടെ ടോൾ പ്ലാസയുടെ നിർമ്മാണം പൂർത്തിയായാലുടൻ കൊളശ്ശേരി ബൂത്ത് മാറ്റുമെന്നും NHA റിപ്പോർട്ട് ചെയ്തു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ചെമ്പിലോട് പഞ്ചായത്തിലെ ചാലത്തോടിന്റെ വീതി കുറച്ച് കെട്ടിടത്തിനാൽ മഴക്കാലത്ത് തോട് കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിൽ 200 മീറ്റർ നീളത്തിലും 5 മീറ്റർ വീതിയിലും സ്ഥലമേറ്റെടുത്ത് കനാൽ നിർമ്മിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി മാസത്തിൽ തീർക്കാൻ നിർദ്ദേശിച്ച റോഡുകളുടെ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് റോഡ് വിഭാഗം അറിയിച്ചു. ഇത് സംബന്ധിച്ച് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു.
സർക്കാരിനെതിരായ പരാതികൾ തിരിച്ചടി നേരിട്ടതിൽ കോടതിക്കും ന്യായാധിപർക്കുമെതിരെ അധിക്ഷേപവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്പ്രിംഗ്ലർ കേസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനിടെ കെ ഫോണിനെതിരെയും AI ക്യാമറയ്ക്കെതിരെയും നൽകിയ പരാതികളിൽ കോടതികളിൽ നിന്നും ഏറ്റ തിരിച്ചടികൾ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയതാണ് സതീശനെ ചൊടിപ്പിച്ചത്. സ്പ്രിംഗ്ലറിനെതിരെ ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല, സ്പ്രിംഗ്ലർ നടപ്പായില്ലല്ലോ, പിന്നെ കോടതി എന്ത് പറയാനാണ്? കോടതികളിൽ ആരും കേസിന് പോയാലും അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായം വരും. കെ ഫോണിനും AI ക്യാമറയ്ക്കുമെതിരായ കേസ് പദ്ധതി പൂർത്തിയായ സമയത്ത് എടുക്കുന്നതിൽ പ്രസക്തിയില്ലെന്ന് പറഞ്ഞാണ് തള്ളിയത്. ഏതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന്റെ വായിൽ തോന്നിയത് പറഞ്ഞതാണ് സതീശൻ പറഞ്ഞു. AI ക്യാമറയിൽ അഴിമതി ആരോപിച്ചിട്ട് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് പറഞ്ഞ കോടതി യാതൊരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും വ്യക്തമാക്കി. സ്പ്രിംഗ്ലർ കേസിൽ പ്രതിപക്ഷ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയത്. കോവിഡ് കാലത്ത് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ചോർന്നുവെന്ന വാദം നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന ഇടപെടൽ. ഡാറ്റ സുരക്ഷിതമാണെന്നും അത് വിദേശ കമ്പനിക്ക് ദുരുപയോഗം ചെയ്യാൻ സാധിക്കില്ലെന്നും സർക്കാർ കോടതി അറിയിച്ചിരുന്നു. പാപ്പിനിശ്ശേരി മേൽപ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ഫെബ്രുവരി 5 മുതൽ അടച്ചിടും. പാപ്പിനിശ്ശേരി മേൽപ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ഫെബ്രുവരി 5 മുതൽ അടച്ചിടാൻ കെ.വി. സുമേഷ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ തീരുമാനമായി. പാലത്തിന്റെ ഉപരിതലത്തിലെ കുഴികൾ പരിശോധിക്കാൻ നിലവിലെ ടാറിംഗ് മുഴുവൻ ഇളക്കി മാറ്റി മൈക്രോ കോൺക്രീറ്റ് ചെയ്ത് BC ഓവർലേ ചെയ്യും. ഇതിന് ക്യൂറിംഗ് സമയം ആവശ്യമായതിനാലാണ് ഗതാഗതം പൂർണ്ണമായും തടയുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ പണി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. 2018 ഗതാഗതത്തിന് തുറന്നു നൽകിയ പാലത്തിന് തുടർച്ചയായി തകരാറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ 20-ന് KSTP പ്രൊജക്ട് ഡയറക്ടർ, MLA എന്നിവർ വിദഗ്ധ പരിശോധന നടത്തിയിരുന്നു. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് ചന്ദ്രമതി, PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജിത് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീരാഗ്, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ T. രമ്യ, K. രേഷ്മ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. 5ാമത് അന്തർദേശീയ കേരള പഠന കോൺഗ്രസ് 21-ന് ഉദ്ഘാടനം. വിവിധ വിഷയങ്ങളിൽ സിംപോസിയം. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 5ാമത് അന്തർദേശീയ കേരള പഠന കോൺഗ്രസിന് ഫെബ്രുവരി 21-ന് തുടക്കം. രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പഠന കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ഉച്ചഭക്ഷണത്തിനു മുൻപ് സമ്മേളനം 4 സിംപോസിയങ്ങൾക്കായി പിരിയും. വിവിധ രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതർ പങ്കെടുക്കുന്ന സിംപോസിയമാണ് ഇതിൽ പ്രധാനം. കേരള വികസന പരീക്ഷണത്തിന്റെ ആഗോള പ്രസക്തി എന്നതാണ് വിഷയം. ഈ സംവാദം മുഖ്യമായും ഓൺലൈനായാണ് നടത്തുന്നത്. സംസ്ഥാന വികസന പാതകൾക്ക് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം അടിച്ചേൽപ്പിക്കുന്ന പരിമിതികൾ എന്നതാണ് 2ാമത്തെ സിംപോസിയം. 3ാമത്തെ സിംപോസിയം മറ്റു സംസ്ഥാന പ്രതിനിധികളും വിദഗ്ധരും പങ്കെടുക്കുന്ന 16ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് സംബന്ധിച്ചാണ്. വികസനത്തിന് വർഗീയത ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നതാണ് 4ാമത്തെ സിംപോസിയത്തിന്റെ വിഷയം. ഉദ്ഘാടന സമ്മേളനം AKG പഠന ഗവേഷണ കേന്ദ്രം ഹാളിൽ വെച്ചായിരിക്കും. സിംപോസിയങ്ങൾ AKG പഠന ഗവേഷണ കേന്ദ്രം, വിവേകാനന്ദ കേന്ദ്രം, സെന്റ് ജോസഫ് സ്കൂൾ എന്നിവിടങ്ങളിലെ ഹാളുകളിൽ വെച്ചായിരിക്കും. 1-ാം ദിവസം ഉച്ചകഴിഞ്ഞും 2-ാം ദിവസം രാവിലെയുമായിട്ടാണ് സമാന്തരമായ 40 സെഷനുകൾ നടക്കുക. ഇത് പൂർണ്ണമായും AKG പഠന ഗവേഷണ കേന്ദ്രത്തിലും യൂണിവേഴ്സിറ്റി കോളേജിലുമായിട്ടാണ് സംഘടിപ്പിക്കുക. പഠന കോൺഗ്രസിന്റെ അടിസ്ഥാന രേഖ 2 വാല്യങ്ങളിലായി അച്ചടിച്ച് രജിസ്റ്റർ ചെയ്ത മുഴുവൻ പ്രതിനിധികൾക്കും ലഭ്യമാക്കും. ഇതിലെ ഓരോ അധ്യായവും ഓരോ വികസന മേഖലകളെക്കുറിച്ചുമാണുള്ളത്. ഇവയ്ക്കോരോന്നിനും പ്രത്യേകം സെമിനാറുകൾ നടക്കും. ഓരോ വിഷയം സംബന്ധിച്ചും ചർച്ച നയിക്കുന്നതിന് പ്രഗത്ഭരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരും 10 മിനിറ്റ് വീതം സംസാരിക്കും. സദസ്സിലെ പ്രതിനിധികൾക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് അവസരമുണ്ടാകും. പാനൽ അവയോട് പ്രതികരിക്കും. മന്ത്രിമാരും ജനപ്രതിനിധികളും നയകർത്താക്കളുമായിരിക്കും ചർച്ചകളുടെ ഉദ്ഘാടനം. 2 മണിക്കൂറാണ് ഒരു സെമിനാറിന് അനുവദിച്ചിട്ടുള്ളത്. പാനൽ അംഗങ്ങളുടെ ചെറുകുറിപ്പുകൾ പ്രത്യേകമായി അച്ചടിച്ച് ഒരു വാല്യമായി നൽകുന്നതിനും ശ്രമിക്കുന്നുണ്ട്. ഈ വാല്യത്തോടൊപ്പം കേരളത്തിൽ ഇന്ന് മുൻഗണനാ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടുവന്ന വികസന നിർദ്ദേശങ്ങൾ വിദഗ്ധരിൽ നിന്നും ശേഖരിച്ച് അച്ചടിക്കും. മുഖ്യമന്ത്രി തന്നെ പണ്ഡിതരോട് ഇത്തരം നിർദ്ദേശങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
രണ്ടാം ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് സെമിനാർ ചർച്ചകളുടെ ക്രോഡീകരണം നടക്കും. 3 മണിക്കായിരിക്കും സമാപന സമ്മേളനം. ഇതൊരു തുറന്ന സമ്മേളനമാണ്. ഏതൊരാൾക്കും 600 രൂപ അടച്ച് പേര് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. നേരത്തെ അറിയിച്ചാൽ താമസ സൗകര്യം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് 300 രൂപയാണ് ഫീസ്. എസ് രാമചന്ദ്രൻപിള്ള അധ്യക്ഷൻ, ടി.എം. തോമസ് ഐസക് സെക്രട്ടറിയും ആർ. രാംകുമാർ കൺവീനറുമായുള്ള അക്കാദമിക് സമിതിയാണ് അനുബന്ധ സെമിനാറുകളും ചർച്ച ചെയ്യാൻ പോകുന്ന രേഖയും ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പാനലുകളും തീരുമാനിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി ചെയർമാനും ബിജോയ് എം.എൽ.എ ജനറൽ കൺവീനറുമായുള്ള സംഘാടക സമിതിയാണ് പഠന കോൺഗ്രസിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞകാല കേരള പഠന കോൺഗ്രസുകൾ എന്ന പോലെ 5ാമത് അന്തർദേശീയ കേരള പഠന കോൺഗ്രസും കേരളത്തിന്റെ വികസന പാതയിൽ ഒരു നാഴികക്കല്ലായി മാറും. ചാൽ ബീച്ച് ടൂറിസം പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതികൾക്ക് രൂപരേഖ. ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ച അഴീക്കോട് ചാൽ ബീച്ചിൽ പരിസ്ഥിതി സൗഹാർദ്ദമായ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കെ വി സുമേഷ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ബീച്ച് സന്ദർശിച്ചു. പദ്ധതികളുടെ പ്രാഥമിക സാധ്യതകളും അടിസ്ഥാന സൗകര്യ വികസനവും സംഘം വിലയിരുത്തി. ചാൽ ബീച്ചിനെ ഗ്രീൻ വെഡിങ് ഡെസ്റ്റിനേഷനായി വികസിപ്പിക്കും. ഹെൽത്ത് ഹർബൻ ഗാർഡൻ ഒരുക്കുക, അനൗൺസ്മെൻറ്റ് സിസ്റ്റം, ലൈഫ് ഗാർഡ് ടവർ, ഷവർ സൗകര്യം, ഇരിപ്പിടങ്ങൾ, ലൈറ്റുകൾ, CCTV ക്യാമറകൾ എന്നിവ സ്ഥാപിക്കുക, ബീച്ച് ഭിന്നശേഷി സൗഹൃദമാക്കുക തുടങ്ങിയ സൗകര്യങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. അഴീക്കോട് ചാൽ ബീച്ചിൽ നടപ്പിലാക്കേണ്ട ടൂറിസം പദ്ധതികൾ ചർച്ച ചെയ്തതിന് കെ വി സുമേഷ് എം.എൽ.എയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് സെക്രട്ടറി കെ ബിജുവിൻ്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൻ്റെ തുടർച്ചയാണ് സന്ദർശനം. 2 കോടി രൂപയുടെ DPR തയ്യാറാക്കി 2 ആഴ്ചക്കകം സമർപ്പിക്കാൻ DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറോട് യോഗം നിർദ്ദേശിച്ചു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സനില, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TV പ്രഭാത്, ആർക്കിടെക്ടർ എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. മണിനാഥം നാടൻപാട്ട് മത്സരം കണ്ണൂർ ആർട്സ് ഫിയർ ക്ലബ് വിജയികൾ. കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മണിനാഥം നാടൻപാട്ട് ജില്ലാതല മത്സരത്തിൽ കണ്ണൂർ ആർട്സ് ഫിയർ ക്ലബ് വിജയികളായി. യൂത്ത് വിങ്സ് പാളയം നഗറിനാണ് 2ാം സ്ഥാനം. ജീവന സംസ്കൃതി ക്ലബിൻ്റെ സഹകരണത്തോടെ കണ്ണൂർ പുഷ്പോത്സവ വേദിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ N. ചന്ദ്രൻ സമ്മാന വിതരണം നിർവഹിച്ചു. 1ാം സ്ഥാനക്കാർക്ക് 25,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 10,000 രൂപയും ട്രോഫിയും ലഭിച്ചു. ജില്ലാ കേരളോത്സവത്തിന് പെരളശ്ശേരിയിൽ തുടക്കമായി. കേരളോത്സവങ്ങൾ സാംസ്കാരിക കേരളത്തെ കരുത്തുറ്റതാക്കുമെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ സാഹോദര്യവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്നതിനൊപ്പം മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാംസ്കാരിക കേരളത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാനാണ് കേരളോത്സവങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരളശ്ശേരിയിൽ നടക്കുന്ന ജില്ലാതല കേരള ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പെരളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ VK സനോജ് മുഖ്യ അതിഥിയായി. ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് T. ഷബ്ന, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു, പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് T. സുനീഷ്, ജില്ലാ പഞ്ചായത്ത് വിവിധ സ്ഥിരസമിതി അധ്യക്ഷരായ രജനി മോഹൻ, A. പ്രദീപൻ, P. രവീന്ദ്രൻ, ബേബി എണ്ണച്ചേരിയിൽ, പെരളശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സച്ചില, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ അനുശ്രീ, ജോർജ് ജോസഫ്, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AV ഷീബ, പെരളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഗിരീഷ് കാരായി, പെരളശ്ശേരി ഗവൺമെൻറ് LP സ്കൂൾ HM KR സുസ്മിത, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് KV മുകുന്ദൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ N. ചന്ദ്രകുമാർ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ പുഷ്പോത്സവം ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കും. കണ്ണൂർ പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായി നാളെ ഹരിത കർമ്മ സേനാംഗങ്ങളെ ആദരിക്കും. പുഷ്പോത്സവ നഗരിയിൽ രാവിലെ 10 മണിക്ക് അറക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു പരിപാടി ഉദ്ഘാടനം ചെയ്യും. നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ
കെ എം സുനിൽകുമാർ എന്നിവർ മുഖ്യ അതിഥികളാകും. വൈകുന്നേരം 3-ന് പാചക മത്സരം, കൂൺ കട്ട്ലറ്റ്, 6 മണിക്ക് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാമേള, സർഗോത്സവം എന്നിവ അരങ്ങേറും. കിംസ് ശ്രീചന്ദ് ആശുപത്രി അഡോട്ട് ടീമുകളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഫിറ്റ് സ്റ്റാർട്ട് സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക് ഞായറാഴ്ച സമർപ്പിക്കും. രാവിലെ 10-ന് താവക്കര ബ്രോഡ്ബെയിൻ ബിസിനസ് ഹോട്ടലിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കിംസ് കേരള ക്ലസ്റ്റർ CEO ഹർബാൻ യാസിൻ അധ്യക്ഷത വഹിക്കും. വിവിധ മേഖലകളിൽ ശക്തി തെളിയിച്ച കായിക താരങ്ങളായ ഹരിത മനോഹരൻ, ഫമാസ് ഷാനവാസ്, വി മിഥുൻ, നിവേദ്യ, ഹൃത്തിക എന്നിവർ പങ്കെടുക്കും. പരിക്കേറ്റ് കളിക്കളത്തിൽ നിന്ന് പിന്മാറുന്നവരടക്കം കായിക സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിംസ് ശ്രീചന്ദ്രിൽ സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക് ആരംഭിക്കുന്നത്. കോന്നിയിൽ രണ്ടാനച്ഛൻ വീടിന് തീയിട്ടു, 15-കാരൻ ഓട് പൊളിച്ച് അനുജത്തിയെ രക്ഷിച്ചു. വീടിന് തീയിട്ട് രണ്ടാനച്ഛൻ കൊല്ലാൻ ശ്രമിച്ചതിനിടെ അനുജത്തിയെ സാഹസികമായി രക്ഷിച്ച് സഹോദരൻ. ഭാര്യയും മക്കളും വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വടശ്ശേരിക്കര അരീക്കാവ് സ്വദേശി TJ സുജുപ്രസാദാണ് വീടിന് തീയിട്ടത്. തീയാളി പടരുന്നതിനിടെ വീടിൻ്റെ ഓട് പൊളിച്ച് കഴുക്കോലിൽ തൂങ്ങിയെന്നാണ് 15-കാരൻ സഹോദരിയെ രക്ഷിച്ചത്. അമ്മയെ സമാന രീതിയിൽ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാതിൽ തകർത്താണ് ഇവരെ പുറത്തെത്തിച്ചത്. വെള്ളിയാഴ്ച രാത്രി 1 മണിയോടെയാണ് സംഭവം. പെയിൻറ്റിംഗ് തൊഴിലാളിയായ സിജു രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ടിന്നർ ഒഴിച്ചാണ് വീടിനെത്തിയിട്ടത്. അതിനിടെ ടിന്നർ ദേഹത്ത് വീണതോടെ ഇയാൾക്കും പൊള്ളലേറ്റു. സിജു പ്രസാദിനെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു. പൊള്ളലേറ്റ 15-കാരനും അമ്മയും കോന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെൺകുട്ടിക്ക് പരിക്കില്ല. മിഥുൻ്റെ ഓർമ്മയിൽ മിഥുനം വീടിൻ്റെ താക്കോൽ കൈമാറി. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന് സമീപത്തെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ കുടുംബത്തിലുള്ള വീട് കൈമാറി. ശനിയാഴ്ച രാവിലെ 9-ന് പടിഞ്ഞാറേക്കട വിളത്തറയിലുള്ള മിഥുൻ്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി വീടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ മിഥുൻ്റെ മാതാപിതാക്കൾക്ക് താക്കോൽ കൈമാറി. സംഭവത്തിന് ശേഷം വീട്ടിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി മിഥുൻ്റെ ആഗ്രഹം പോലെ വീട് നിർമ്മിച്ചു നൽകുമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷവും വിദ്യാഭ്യാസ വകുപ്പ് 3 ലക്ഷവും KSEB 10 ലക്ഷവും KSTA 11 ലക്ഷം രൂപയും കുടുംബത്തിന് ആശ്വാസമായി കൈമാറി. സ്കൂൾ മാനേജ്മെൻറ്റും 10 ലക്ഷം രൂപ നൽകി. 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.